ഇവിടെ ഒരാൾ ഒരു ഹോസിനകത്ത് വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് അതുമായി പൊളിക്കാനുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറുന്നു. അതേസമയം വേറൊരാൾ ആ ഹോസിന്റെ മറുവശവും കയ്യിൽ പിടിച്ച് മുകളിൽ വെയിറ്റ് ചെയ്യുന്നു. ബാഹ വർക്കറിന്റെ ഹൈറ്റിലെത്തിയതും വാട്ടർ ലെവൽ കറക്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ലെവലായതും ഈക്വലായ ബ്രേക്കിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. അത് കണ്ട് ഹാപ്പിയായ കോൺട്രാക്ടർ അവന് പറഞ്ഞതുപോലെ തന്നെ 1000 യുവാൻ കൊടുക്കുന്നു. അപ്പോഴാണ് വാങ്ങിന്റെ മകന് തന്റെ അച്ഛൻ ആരാണെന്നത് ഓർമ്മ വരുന്നത്. ആക്ച്വലി വാങ് എക്സ്പെർട്ട് ആയ ഒരു ബ്രിഡ്ജ് ഡിസൈനർ ആയിരുന്നു. പക്ഷെ അവൻ അവസാനമായി ഡിസൈൻ ചെയ്ത ബ്രിഡ്ജ് ഉദ്ഘാടന ദിവസം തന്നെ തകർന്നു വീഴുന്നു. സോ ശ്രദ്ധയില്ലാതിരുന്നതിന് കോടതി അവനെ 7 വർഷം ജയിലിൽ അടയ്ക്കുന്നു. അതിനുശേഷം അവന്റെ ജീവിതം മുഴുവൻ ചേഞ്ച് ആവുന്നു. ഏകദേശം 7 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തു വന്നവൻ മകനെ കാണുന്നതിനായി വരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ മെനു കാർഡ് കണ്ടവൻ ഷോക്കാവുന്നു. കാരണം ഈ 7 വർഷത്തിനിടയ്ക്ക് എല്ലാ ഫുഡിന്റെയും റേറ്റ് പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അതേസമയം അവന്റെ കയ്യിൽ കാശും കുറവാണ്. അതുകൊണ്ട് ഓർഡർ ചെയ്തൊരു ഡ്രിങ്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഉടനെ ആ കടയുടെ ഓണർ അവനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു ജോലി ആവശ്യമാണെന്ന് അവന് മനസ്സിലാവുന്നത്. അതിനുശേഷം മകനെയും കൊണ്ട് ലോക്കൽ മാർക്കറ്റിലേക്ക് പോയവൻ തന്റെ ക്വാളിഫിക്കേഷന് ഈസിയായി ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ അവന്റെ ബയോഡേറ്റ പോലും നോക്കാതെ അവോയ്ഡ് ചെയ്യുന്നു. അവിടെ നിന്ന് നിരാശനായി പുറത്തു വന്നവനെ ഓൾറെഡി അവനെ അറിയാമായിരുന്ന ഒരാൾ കാണുന്നു. ഉടനെ വാങ്ങിന്റെ കഴിവിനെ പുകഴ്ത്തുന്നതിനായി എല്ലാവരെയും വിളിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ബ്രിഡ്ജ് തകർന്നതിനെ പറ്റി പറഞ്ഞ് കളിയാക്കുന്നതിനായാണ് വിളിച്ചത്. അത് കേട്ട് ദേഷ്യം വന്ന വാങ്ങിന്റെ മകൻ അയാളെ തള്ളിയിടുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം വാങ് മകനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഓൾറെഡി അവനെ കളിയാക്കിയ ആൾ സൈറ്റിൽ എന്തോ പ്രശ്നത്തിലാണെന്ന് കാണുന്നു. ആക്ച്വലി അവർ ആ ബിൽഡിംഗ് തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് അതിന്റെ ഈക്വലായ ബ്രേക്കിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ വാങ് അവിടേക്ക് വന്ന് 2 മിനിറ്റിൽ ഞാനിത് സോൾവ് ചെയ്താൽ എനിക്ക് 500 യുവാൻ തരുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും നീ ഓൾറെഡി ചെയ്തതൊന്നും പോരെ എന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ആ കോൺട്രാക്ടറിന് അവനെ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവന് 1000 യുവാൻ കൊടുക്കാമെന്ന് പറഞ്ഞൊരു ചാൻസ് കൊടുക്കുന്നു. അതിനുശേഷം അയാളുടെ ഹെൽമറ്റ് വാങ്ങിവെച്ച വാങ് സിമ്പിളായി വാട്ടർ ഹോസ് വെച്ച് അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ആ കോൺട്രാക്ടർ ഇത്രയും സിമ്പിളായ കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 1000 യുവാൻ കൊടുക്കുന്നു.